ഞാൻ ഇന്നലെ ദിയ ഫാത്തിമയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ദിയ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയെ ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ഒരു കുട്ടിയാണ്. പിന്നീട് ആ കുട്ടിയുടെ ഫോട്ടോവുമായി സാമ്യം തോന്നിക്കുന്ന ഒരു ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത മിക്ക ആളുകളും ചോദിച്ചത്, ആ കുട്ടിയുടെ എന്തുകൊണ്ട് ആ കുട്ടിയുടെ DNA ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കുട്ടി തന്നെയാണ് എന്ന് ഇത് സമർത്ഥിക്കാൻ പറ്റും എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊക്കെ ഒരു ഉത്തരവുമായിട്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇനി അതിന് ചെയ്യേണ്ടത് എന്നും അത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും അത്തരത്തിൽ DNA ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ഒരു ഫാമിലിയിലെ ഇവരെ ഈ ഉമ്മ അല്ലെങ്കിൽ ഈ ഉപ്പയൊക്കെ ഈ കുട്ടിയുടെ ദിയ ഫാത്തിമയുടെ ഉമ്മയും ഉപ്പയൊക്കെ ഇതിന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് അവർ അതിന് ആഗ്രഹിക്കാതിരിക്കുന്നതാണോ അല്ലയോ? ഇതൊക്കെ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരത്തിലൊരു വീഡിയോസാണ് ഞാനിന്ന് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഞാൻ അവരുടെ ഫാമിലിനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മയായിട്ടും ഉപ്പയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോയിൽ കണ്ട കുട്ടി നിങ്ങളെ മകൾ തന്നെയാണോ? അപ്പോൾ അതിനൊക്കെ ഉമ്മ ഒരുപാട് മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഇങ്ങനെയൊക്കെ വന്ന് പെട്ടത്? ഇതൊക്കെ നമുക്ക് അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവരോട് ഒരുപാട് നേരം സംസാരിച്ചു. കുറച്ച് ലെങ്ത്തുള്ള ഓഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ ഒന്ന് കേൾക്കുക. നിങ്ങളെ ഏതായത് ഒരു വീഡിയോ ഇപ്പോ ഇങ്ങനെ ഇതാവുന്നുണ്ട് യൂട്യൂബില്. അപ്പൊ എന്താ വെച്ചാൽ അതിലൊരു കുട്ടി ഉണ്ട്, ഒരു നാടോടി കുട്ടി. പിന്നെ ഒരു ബസ്സിന്റെ അടുത്തുനിന്ന് എന്തോ ഏതൊരാള് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പൊ ആ കുട്ടിന്റെയും നിങ്ങളെ കുട്ടിന്റെയും ചെറുപ്പത്തിലെ കുട്ടിന്റെയും ഏകദേശം മുഖം ഒരുപാട് സാമ്യം ഉണ്ട് എന്നുള്ള ഈ പ്രേക്ഷകർ ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങളെക്കാളും നിങ്ങളെ കുട്ടീനെ നിങ്ങൾക്ക് അറിയും, എന്റെ കുട്ടീനെക്കാളും മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആ കുട്ടിന്റെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? ആ കുട്ടി ഇങ്ങനെ ഒരു ഞാൻ കണ്ടു ചില ഓളം മുഖം കൂടെ കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ആവുവേ. അപ്പത്തേക്ക് ടെൻഷൻ കൂടിയിട്ട് എനിക്ക് നെഞ്ഞെല്ലാം ഇടിച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ ആവും. അപ്പൊ ഞാൻ എന്തൊക്കെ കാണാൻ നിക്കൂല. പക്ഷെ ഞാൻ പോലീസിന് നമ്മള് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാല്, ഈ നിങ്ങൾക്ക് ഏകദേശം ഒരു 60% അതിലൊരു ചെറിയൊരു ഉറപ്പുണ്ട് എന്നുണ്ടെങ്കില് എന്താ ഞങ്ങൾക്ക് നോക്കണം എന്നുണ്ട്. എന്താ വെച്ചാൽ ഞമ്മക്കും സംശയം ഉണ്ട്, അതങ്ങ് തീർക്കാൻ വേണ്ടി. യെസ് അതാണ് ഇതുപോലെയാണ് ഇപ്പൊ ഞങ്ങളെ മനസ്സിലും. കാരണം നമ്മളെ മനസ്സിലും ഈ കുട്ടികളെ പഠിച്ചവനെ ആ ഒരു ഉമ്മാന്റെ അടുത്തേക്ക് എത്തിപ്പെടട്ടെ എന്ന ഒരു ഇതാണ്. കാരണം അതാണെങ്കിൽ അപ്പൊ അതായത് അതിന്റെ യഥാർത്ഥ ഉമ്മാന്റെ അടുത്തേക്ക് എത്തട്ടെ എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ റിസ്ക് എടുത്തിട്ട് എത്രയോ ദൂരമുള്ള നിങ്ങളെ വിളിക്കുന്നത്. ഹലോ, അപ്പൊ അപ്പൊ ഞങ്ങൾ ഇത് എന്തിനാ വിളിച്ച് മെയിൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഈ കുട്ടികള് ഈ നാടോടി കുട്ടിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? വീഡിയോ ഒരാളായിട്ടൊന്നുമില്ല, മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ കണ്ടു. ഒന്ന് ആദ്യം ഒരു പെൺകുട്ടി ഇട്ടത്, പിന്നെ അതിന്റെ നേരെ ഞാൻ പിന്നെ യൂട്യൂബിൽ നോക്കില്ല, വേറൊരു ആൾ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറൊരാള് മോയിനുക്ക് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് ഒരു വീഡിയോ. അപ്പൊ ഞാൻ ചോദിക്കണെന്ന് വെച്ചാല് അത് ഇപ്പൊ ഒരു ഉദാഹരണം ജസ്റ്റ് എന്താ വെച്ചാൽ ഈ പ്രേക്ഷകർ പറയേണ്ടത് എന്താ വെച്ചാല്, ഇത് DNA ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആ കുട്ടി നിങ്ങളെ കുട്ടിയാണോന്നുള്ളത്. പക്ഷെ നമുക്കും താല്പര്യമുണ്ടോ? നമുക്കും താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, അങ്ങനെ ഒരു നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്താ വെച്ചാല് നിയമവശത്തിലൂടെ നടക്കുള്ളൂ. അല്ല നമ്മളാ കുട്ടിനെ നേരിട്ട് പോയിട്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. സംഭവം എന്താന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു DNA ടെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് അറിയാൻ കഴിയും. കാരണം ഇതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിന്റെ നിയമവശങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് അറിയില്ല. ഇതിലും കൂടെ ആദ്യം എവിടെ പോകും, എവിടുന്ന് തുടങ്ങും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നില്ല. വീഡിയോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സമാധാനമല്ല, റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും, പിന്നെ അകത്തേക്ക് വരും. ഇതെന്താ ചെയ്യേണ്ട, ആരോട് എങ്ങനെ പറയണ്ടേ, അവതരിപ്പിക്കണ്ടേന്ന് അറിയില്ല. പിന്നെ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് 2 ദിവസം വിളിച്ചപ്പം ഇലക്ഷന്റെ ടൈം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇവര് വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞു. അപ്പൊ ചിലവര് വിളിച്ചിട്ട് പറയും, നിങ്ങൾ പോലീസിനെ കൊണ്ട് അന്വേഷിക്കില്ല, നിങ്ങൾ പോകുന്നു. പക്ഷെ നിങ്ങൾ പോകുന്ന നമുക്ക് ഒറ്റയടിക്ക് പോകാൻ പറ്റൂല. അതെ സത്യാണ്.
പിന്നെന്താണ് അത് പറയുമ്പോ നിങ്ങളെ കുട്ടിക്ക് നിങ്ങള് വിലല്ല, നിങ്ങൾ എന്താ പോകാത്ത നിൽക്കുമ്പോ എന്താ പറയാ, അവരോട് മറുപടി പറയാനും പറ്റണില്ല. എന്താന്ന് വെച്ചാല് അവര് ആകാംക്ഷയോടെ ഇരിക്കുന്നോണ്ട് അവരോടൊന്നും പറയാനും പറ്റുന്നില്ല. അതെ അതെ അതെ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവരോട് പറയുന്നത്, ഇപ്പൊ എന്റെ ഹസ്ബൻഡിനോട് നിങ്ങളൊന്ന് പോലീസിനെ വിളിച്ചിട്ട് പറ, നമ്മക്ക് ആശ്രയം അവരെല്ലാം ഉള്ള, നമ്മക്ക് ആ വഴിക്ക് നമുക്കൊന്ന് ഇത് അന്വേഷിക്കും നിങ്ങള്. വേറൊരു കാര്യം, അന്ന് ഇപ്പൊ ഈ പോലീസ് ഇത് അന്വേഷിച്ചൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പൊ അതിന്റെ ബേസിക്കലി ഞാൻ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ വായി നമുക്കിത് അറിയില്ല, എന്തായിരുന്നു അന്ന് പോലീസ് അന്വേഷിച്ചൊക്കെ എന്തായിരുന്നു ഇതിന്റെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അതെന്താന്ന് വെച്ചാൽ കുട്ടിയെ കാണാതാവുന്ന സമയത്ത് ഇവര് മൊത്തം വെള്ളത്തിലേക്ക് മാത്രം നിന്നു. ആ വെള്ളത്തിലേക്ക് പോയി എന്നുള്ളത്, ആ ഇവര് വെള്ളത്തിലേക്കാണ് കുട്ടി പോയത് എന്നുള്ളത് മാത്രം ഇവര് നോക്കി. ഇവര് മറ്റേ മിസ്സിംഗ് ആയത് കരയിലേക്ക് ഇവര് അന്വേഷിച്ചില്ല. ഇവര് എവിടെയും ഇൻഫർമേഷൻ കൊടുത്തിട്ടുമില്ല. ആ മറ്റൊരു സ്റ്റേഷനിലേക്ക് ഇവര് ഒരു ഇൻഫർമേഷൻ കൊടുത്തില്ല. കുട്ടി വെള്ളത്തിലാ പോയത് എന്നുള്ളതാണ്. ഇവര് 6 ദിവസം വെള്ളത്തിലേക്ക് മാത്രം തിരിഞ്ഞ്. എന്നിട്ട് ലാസ്റ്റ് എന്നെ പിന്നെന്താണ് അന്നത്തെ ഡിവൈഎസ്പി ഉണ്ട്, ഇരിട്ടി സുകുമാരൻ എന്ന് പറയും. ഇവര് വിളിച്ചിട്ട് എന്നോട് നല്ല മാന്യ രീതിയിൽ പെരുമാറി. ഒരു അമ്മയായ നിങ്ങളോട് ചോദിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്താ മോളെന്തായ, അങ്ങനെ ഇങ്ങനെയല്ല ഞാൻ കരഞ്ഞ് കാര്യങ്ങൾ പറയും. അല്ല പിന്നെ എന്താന്ന് വെച്ചാല് എന്റെ മൈൻഡ് എന്താന്ന് വെച്ചാൽ കുട്ടീനെ എനിക്ക് ആദ്യം പറഞ്ഞ മൈൻഡ് അല്ല പിന്നെ വരും. എനിക്ക് ഇതിങ്ങനെ ടെൻഷനാണല്ലോ, നമുക്ക് എന്താ പറയണ്ടേന്ന് കിട്ടാത്ത. അങ്ങനെ ഞാൻ പറഞ്ഞ എന്റെ കുട്ടി ഒരു കാരണവശാലും സാറേ വെള്ളത്തിൽ പോവില്ല. എന്റെ കുട്ടി ശരിക്കും മിസ്സിംഗ് ആണ്. ഇവരോട് പറയുന്നുണ്ട് കുട്ടി നല്ല ശക്തിയായ മഴ പെയ്യുന്നുണ്ട്. എന്റെ കുട്ടിക്ക് സ്വന്തം ഉമ്മാക്ക് അറിയുന്ന പോലെ പുറത്തുള്ള ഒരാൾക്ക് അറിയില്ല. എന്റെ കുട്ടീന്റെ ശരിക്കുള്ള സ്വഭാവം അവരെ എല്ലാ ഇതും അറിയുന്ന ഉമ്മയാ പറയുന്നത്. കുട്ടി പുറത്തേക്ക് പോണെങ്കിൽ കുട്ടി വെള്ളം ഓക്ക് പേടിയാ, മഴ ഇങ്ങനെ പെയ്യുമ്പോ. പിന്നെ ഞാൻ അവരോട് പറയുന്നുണ്ട്, ഈ 1.5 വയസ്സായ ഒരു വയസ്സ് 5 മാസമുള്ള കുട്ടിക്ക് തലയിലേക്ക് ശക്തിയായിട്ട് മഴ പെയ്യുമ്പോ ശ്വാസം മുട്ടും ഒന്ന്. പിന്നെ ഇവളെ പിടിച്ച് ഇവക്ക് അങ്ങനെ ഒന്നും ഓവർ നടന്ന് ഓടിക്കളിക്കുന്ന കുട്ടിയൊന്നും അല്ല. ഒരു പിച്ച് വെച്ച് ഒരു വയസ്സിൽ 1.5 വയസ്സാണ് ശരിക്കും ഒരു കുട്ടിക്ക് നടന്ന് പോണെങ്കില്. അപ്പൊ ഇത്ര വലുതാണ് ഈ കുട്ടി. നല്ല വെള്ളത്തിൽ പിന്നെന്താണ് മുറ്റത്തും പോകൂല, ഒന്നും ചെയ്യില്ല. ഇവള് കുടിച്ച ക്ലാസ് ഉണ്ട് കമത്തി വെച്ചിട്ടേ, അരപ്പൈസിൽ കമത്തി വെച്ചിട്ട്. ഇതൊന്നും ഇത്തിരി 1 വയസ്സ് 5 മാസമുള്ള കുട്ടിക്ക് ചാരുവടിയിൽ വെക്കാൻ എങ്ങനെ പറ്റും? ഒരിക്കലും ഇല്ല. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്ത, എന്റെ കുട്ടി മിസ്സിംഗ് ആണ്, എന്റെ കുട്ടിക്ക് വേറെ പിന്നെ വെള്ളത്തിലേക്ക് പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞോ. ഇവര് ഒന്നും മിണ്ടുന്നില്ല. ഇവർക്ക് അത് എന്തോ എന്തെന്ന് പറയുന്നത്, ഇവര് അത് അധികം അന്വേഷിക്കൊന്നുമില്ല. ഒരു മെയിൻറ്റേ ഇവർക്കില്ല. ലാസ്റ്റ് ഇവര് വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി വെള്ളത്തിലില്ല കരയിലില്ല, പിന്നെ എന്താ ആകാശത്തേക്ക് പറന്നു. ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ഉപ്പാനോട് ചോദിക്കുന്നത്. പക്ഷെ എന്നോട് അങ്ങനത്തെ ഒന്നും ചോദിച്ചില്ല, ഉപ്പാനോട് ചോദിച്ചു. എന്നോട് ഇങ്ങനെ പറഞ്ഞ സഹോദരിയും പിന്നെ ഒരു ഉമ്മയാണ്, നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല, ഇങ്ങനെ പറയാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ ഇത് പേടിക്കേപ്പ്. പിന്നെ അത് വെള്ളത്തിലേക്ക് പോയി എന്നിട്ട് ക്ലോസ് ചെയ്തു. വളവട്ടണം വരെ തപ്പിയിട്ടും കുട്ടീനെ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, എന്നാ വെള്ളത്തിൽ നിന്നാണ് എന്റെ കുട്ടീനെ നിങ്ങൾ വെള്ളത്തിൽ നിർത്തുക. ക്രൈംബ്രാഞ്ച് വന്നപ്പോ ഞാൻ പറഞ്ഞു എന്റെ കുട്ടി വെള്ളത്തിൽ പോയതായിരിക്കുമല്ലോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്റെ സാർ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, എനിക്കപ്പോ പേടിയൊന്നുമല്ല, പോലീസൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് എന്റെ കുട്ടിന്റെ കാര്യമാണ്, എന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് ഇനി അതിന്റെ മുകളിൽ ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും എന്നെ ഇവർ കൊന്നാലും എനിക്ക് വിഷയമല്ലാന്നായിരുന്നു. എന്താന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് വേണമെന്നില്ല. എന്റെ മോള് എന്താ ആയതെന്നുള്ളത് ഇവർക്ക് തെളിയിക്കാൻ കഴിയില്ല. പിന്നെ എനിക്ക് നല്ല ജീവിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഇല്ലായിരുന്നു. ഞാൻ ഇവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാറ് വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞു. ക്രൈംബ്രാഞ്ചിന്റെ ആരെയും വലിയ പോലീസ് ഉദ്യോഗസ്ഥനല്ല, വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നോട് പറഞ്ഞു, വെള്ളത്തിൽ തന്നെ ആയിരിക്കൂല കുട്ടി പോയിട്ടുണ്ടാകാണ്. ഞാൻ എടുത്തേക്ക് പറഞ്ഞു, വെള്ളത്തിൽ പോയതെങ്കിലും എനിക്ക് ഇപ്പൊ എന്റെ കുട്ടിന്റെ തെളിവ് എനിക്ക് എടുത്തതാ, എന്നാ ഞാൻ സമ്മതിക്കാം വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ. അതെന്തോണ്ട് നിങ്ങൾ എനിക്ക് അതിന് തെളിവ് തരാത്തേന്ന് വെച്ചാ. ഈ ഡോഗ് സ്ക്വാഡ് വന്നിട്ട് ഡോഗ് സ്ക്വാഡ് ഏത് വഴിക്കാണ് പോയത്? ഡോഗ് സ്ക്വാഡ് വീടിന്റെ ബാക്ക് വശം, ഈ ഫ്രണ്ട് വശത്താണല്ലോ ഈ തോട് വരുന്നത് അല്ലേ? ഫ്രണ്ട് വെച്ചാണ് തോട് വരുന്നത്. ഫ്രണ്ട് വശത്തേക്ക് തോട്ടിൽ അങ്ങ് വന്നിട്ടൊന്നും ഡോഗ് സ്ക്വാഡ് ആ പരിസരത്തൊന്നും അല്ല പോയത്. നമ്മളെ വീടിന്റെ അവിടെ ചുറ്റി 2 വട്ടം റൗണ്ട് അടിച്ച്, ഒന്ന് റോഡിലേക്ക് പോയിട്ട് വീണ്ടും അവിടെ നിന്ന് വന്ന് വീണ്ടും റോഡിലേക്ക് പോയി, തോടിന് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഓടി ഇങ്ങോട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നു. വേഗം എന്നിട്ട് വീടിന്റെ ഡ്രസ്സ് മണത്ത്, ഓള് പെരുന്നാളിന്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, ആ ഡ്രസ്സ് പിന്നെന്താണ് മണപ്പിച്ചിട്ട് വീണ്ടും അത് ഇങ്ങനെ നിന്ന് ലാസ്റ്റ് വീടിന്റെ വേക്ക് വശത്തൂടെ റബ്ബർ കൂടെ. എന്നിട്ട് വേറൊരു വീടുണ്ട് അവിടെ ആൾതാമസല്ല. അത് പിന്നെന്താണ് ആ സ്ത്രീ ഇതേപോലെ ഒരു അനാഥാലയത്തിലുള്ള കുട്ടികളെ നോക്കുന്ന ഒരു സ്ത്രീയാണ്.
അപ്പൊ ആ സ്ത്രീന്റെ വീട്ടിൽ പോയിട്ട് ഈ 2 കൈയും പൊക്കിയിട്ട് വരാതെ ഹാളിൽ കേറി അങ്ങ് ഈ ഡോഗ് നിന്ന് 2 കൈയും മേലോട്ടങ്ങ് ഉയർത്തിയിട്ട്. ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അന്നൊന്നും ആരും ഇല്ല താനും. നിങ്ങൾ ആ ഭാഗത്ത് ചുറ്റിപ്പറ്റി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മുന്നേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യം എന്റെ കുട്ടിയാണ് ആദ്യമായിട്ട് മിസ്സാകുന്നത്. അങ്ങനെ ചിന്തിക്കുന്നേ ഈ നാടോടികളൊക്കെ ആ തൊട്ടടുത്തൊക്കെ താമസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നാടോടികളൊക്കെ ഹിന്ദിക്കാര് അങ്ങനെ ഹിന്ദിക്കാരുണ്ടല്ലോ അങ്ങനെയൊക്കെ വന്ന് താമസിക്കുന്നവര് തൊട്ടടുത്തല്ല കുറച്ചപ്പുറമൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ടായിരുന്നു. അവരായിട്ടൊന്നും ഞങ്ങൾ ടച്ചിൽ. ഇനിയിപ്പോ എന്താന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല ആരെ എടുത്തു. എന്തായാലും കുട്ടീനെ എടുത്തുകൊണ്ടേതാണ് വെള്ളത്തിലേക്ക്. ഒരു കാരണവശാലും കുട്ടി പോലെ. അത് നിങ്ങളോട് ഞാൻ പറയാ എങ്ങനെ, ചെറിയൊരു കൈത്തോട് എന്ന് പറഞ്ഞാൽ വലിയല്ലേ, നമ്മക്ക് ഒരു കാല് കടന്നു വെക്കാനുള്ള ഒരു ആണിയാണ് അത്. പിന്നെ നിറച്ച് ഈ പാറോത്തിന്റെ ഇത് അപ്പുറം ഇപ്പുറം നിന്നിട്ട് കൂടിയിട്ടുള്ള കച്ചറ മൊത്തം കെട്ടി നിൽക്കുന്നതാണ്. ഓന്തുണ്ട്, പല്ലിയുണ്ട്, പാമ്പുണ്ട്, കുപ്പികള്, അതേപോലെ എല്ലാ സാധനം കെട്ടി കിടക്കുന്നുണ്ട്. അത് കവിഞ്ഞൊഴുകുന്നത് പറമ്പിലൂടെയാണ്. എങ്ങനെയാലും ഒരു 10 മിനിറ്റ് ഒരു 20 മിനിറ്റ് മഴ പെയ്തോട്ടെ, എന്നാലും കുറച്ച് അത് കഴിഞ്ഞാൽ അത് വെള്ളം പെട്ടെന്ന് വലിയല്ലോ. പറമ്പ് പരന്നൊഴുകാനാണ്. ഈ കുട്ടിയിട്ട ഡ്രസ്സാണെങ്കിൽ എന്റെ മോളിട്ട ഡ്രസ്സ് മൊത്തം വള്ളിയുള്ളതാണ്. അപ്പൊ എവിടെങ്കിലും കുരുങ്ങി കിടക്കൂല. അതേപോലെ അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടാണ് നജാ ഫാത്തിമ കാസർഗോഡിന്ന് വലിയൊരു പുഴയെന്ന് കിട്ടിയത്. ആ കുട്ടി ഇതേപോലെ വെള്ളത്തിൽ പോയിട്ട് പിന്നെ ആ കുട്ടിനെ കിട്ടിയത് ചെറിയൊരു കമ്പുമ്മലാണ് ഈ കുട്ടി തടഞ്ഞു വെക്കുന്നത് മരിച്ചിട്ട്. അപ്പൊ അത്രയും വലിയ പുഴയെന്ന് ആ കുട്ടിനെ കിട്ടി. പിന്നെ ഈ ചെറിയ ചാരുപോലത്തെ ആണി അതോ അഥവാ പോയിട്ടുണ്ടെ ജീവൻ ഉണ്ടാവൂല. അതായത് ഇപ്പൊ മിസ്സിങ് നടന്നു എന്ന് പറഞ്ഞ എത്ര ടൈമിന്റെ ഇടയിലാണ് ഈ സംഭവങ്ങളൊക്കെ എല്ലാരും പെട്ടെന്ന് അവിടെ വല കെട്ടിയൊക്കെ പറഞ്ഞല്ലോ, ഒക്കെ എത്ര സമയത്തിനുള്ളിൽ? അതാ 7 മിനിറ്റിനുള്ളിൽ. 7 മിനിറ്റ്. അത് കറക്റ്റ് പറയാൻ കാരണം, കറക്റ്റ് ടൈമും പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡ് അന്ന് പണിക്ക് പോണോ സംശയിച്ചിരിക്കുന്നു. അപ്പൊ ഇടക്കിടക്ക് ടൈം നോക്കുന്നുണ്ട്, സമയം നോക്കുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റ് അറിയാം. കൂടി വന്നാൽ 7 മിനിറ്റ് 8 മിനിറ്റ്, എന്നാലും 10 മിനിറ്റ് കൂട്ടിക്കോ. ആ സമയം കൊണ്ടാണെങ്കിൽ ഈ കുട്ടി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ കിട്ടുന്നത് അത് വല ഇങ്ങനെ നിരത്തി ഇങ്ങനെ വലിയൊരു മരത്തിന്റെ മുകളിൽ കെട്ടിയിട്ട്. എന്താ വെച്ചാൽ ആർല ഫാമാണ് ഇവിടെ ഉള്ളത്. ഈ തോട് ചെന്ന് ചേരുന്നത് ആർലം ഫാമിലേക്കുള്ള ഒരു വലിയൊരു പുഴയിലേക്കാണ് ഈ തോട് ചെന്ന് ചേരുന്നത്. അപ്പൊ ഈ ആർലം ഫാമിൽ കുറെ തേങ്ങകള് മഴയായി കഴിഞ്ഞാലേ പുഴയിലേക്ക് തേങ്ങ ഒലിച്ചു വരും. അപ്പൊ അത് പിടിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഈ പാലത്തിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട് വല കെട്ടിയിട്ട്. അപ്പൊ ഈ തോടിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കെട്ടിയിട്ട് അവിടുന്ന് ഈ കുട്ടി പോയി എന്നുള്ള വിവരം അവര് സെക്കൻഡ് കൊണ്ട് അറിഞ്ഞേ. എന്താ വെച്ചാല് നമ്മളെ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഫോൺ വിളിച്ച് അറിയിച്ചിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു, ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു കണ്ട ഉടനെ തന്നെ ഇവർ ഈ വല കെട്ടിയിട്ട് ഇങ്ങനെ വട്ടം വെച്ചു. എന്നിട്ട് താഴെന്ന് മേലക്കാണ് തെരഞ്ഞു വരുന്നത്, അല്ലാണ്ട് മേലെന്ന് താഴേക്കല്ല. എത്രങ്ങാനും ജനങ്ങളെന്ന് പറയാം. ഞാന് ഒരു മണിക്കൂർ കൊണ്ട് എന്റെ വീട് മുറ്റത്തൊന്നും റോട്ടുമ്പോലും വണ്ടിയും വാഹനം ജനങ്ങളും നിറഞ്ഞു. പക്ഷെ വീടിന്റെ ബേക്കിലത്തേക്ക് ഒരു മനുഷ്യ കുട്ടി തിരിഞ്ഞിട്ടില്ല, എല്ലാരും വെള്ളത്തില്. ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ പ്രചരിക്കുമ്പോഴേ നമുക്കും ഉണ്ടാവും ഒരു മാനസികമായിട്ട് ഒരു, നമ്മളെ മക്കളാണെങ്കിലും ഇതേമാതിരി പെടുമ്പോ നമുക്കൊരു തോന്നുമല്ലോ. അതേപോലെ തന്നെ നമ്മൾ അതിന്റെ ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം തന്നെ. എല്ലാവർക്കും നിങ്ങളെ മക്കളാണെങ്കിൽ എല്ലാരും സ്വന്തം നമ്മളെ മക്കളൊക്കെ പോലെ തന്നെ, എന്താ പറയാ, നമ്മളെ മക്കളെ പോലെ തന്നെയാണ് നിങ്ങളെ മക്കളാണെങ്കിലൊക്കെ. ആ ഒരു ഇതിലാണ് നമ്മളൊക്കെ ഇതിനെ. ഏത് ജാതിയാണെങ്കിലും കുട്ടികളെ കാണുമ്പോ നമുക്കൊരു ഇഷ്ടം കൂടുതലല്ലേ. അതല്ല ഞാനൊരു കുട്ടീനെ അടിക്കുന്ന, എനിക്ക് വീഡിയോ കുട്ടികൾ ഓവർ അടിക്കുന്ന, അടുത്തുള്ളവർ അടിക്കുന്ന എനിക്ക് മനസ്സിൽ നിൽക്കൂല. എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ഞാനൊന്നും ഉറങ്ങൂല്ല. ഏതായാലും പിന്നെ ഞങ്ങള് അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇനി ബാക്കി കാര്യങ്ങള് പിന്നെ ഞങ്ങള് ഇതാക്കിയിട്ട് പറയാം. ഇതിന് നമുക്കുള്ള ഓപ്ഷന് അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാന്ന് അറിയലായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ കാര്യം. നിങ്ങളെ മകളെ പോലെ ഇപ്പൊ ഞങ്ങളിതിലേറെ കൂടുതലായിട്ടും നിങ്ങൾക്കായിരിക്കും കൂടുതൽ ആ മോളുമായിട്ട് സാമ്യമുണ്ടോ ഈ കുട്ടീന്ന് കൂടുതലായിട്ടും നിങ്ങൾക്കാണല്ലോ അറിയാം. ഒരു 8 വർഷം തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഉമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. കേട്ടില്ലേ ഈ ഉമ്മ പറയുന്നത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. വളരെ ദാരിദ്ര്യത്തിൻ്റെ വക്കിൽ ഉള്ള, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം.
ആ ഉമ്മ പലപ്പോഴും ആ ഉമ്മയുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യത്തിനും വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അന്നന്നത്തെ വകയ്ക്ക് വേണ്ടി കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഉപ്പയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ ഒരു കാര്യത്തിൽ എത്രമാത്രം ആധികാരികമായിട്ട് എങ്ങനെയൊക്കെ മൂവ് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവർക്ക് അത്രമാത്രം അറിവില്ല. ഒന്നാമത്തെ കാര്യത്തിൽ ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഇപ്പം മുന്നേ മൊയ്നുക്ക ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൽ എല്ലാ കാര്യവും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം ഇപ്പോഴാണ് നടക്കുന്നത്. പലയിടങ്ങളിലായിട്ട് ഇത് തരംഗമായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു വീഡിയോസ് ഈ അടുത്തിടെയായിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഉമ്മാക്ക് സംബന്ധിച്ചിടത്തോളം ഉമ്മാക്ക് അത് അറിഞ്ഞാൽ അത് ഒരു DNA ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ ഉമ്മാക്ക് ഇത് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇവർക്കിത് അറിയാൻ പറ്റും. നമുക്ക് ആ ഉമ്മ ഒരുപാട് ആ മൊയ്നുക്കാൻ്റെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ഞങ്ങളെ മകളൊന്ന് കണ്ടാൽ മതി, കണ്ടിട്ട് മരിച്ചാൽ മതി. കാരണം അവർക്ക് ഏറെ പ്രതീക്ഷ ഉള്ള സ്ഥിതിക്ക് നമ്മളിതൊരു DNA ടെസ്റ്റിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതിന് ഒരുപാട് പ്രൊസീജിയേഴ്സുകളൊന്നും ഇല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലൊരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കുട്ടിയുമായി സാമ്യമുള്ളൊരു കുട്ടി, നമ്മളെ കുട്ടി മിസ്സിങ്ങൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് വെച്ചെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെയാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഒരാളെ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ പോലീസിനെ എങ്ങനെ സമീപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് വളരെ വിശദമായിട്ട് വളരെ കുറഞ്ഞ സമയത്തിൽ കെ.എഫ്. ഇക്ബാൽ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകനും സോഷ്യൽ വർക്കറൊക്കെ ആയിട്ടുള്ള നമ്മളൊരു ബെസ്റ്റ് സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച്. കാരണം അതിനെക്കുറിച്ച് ആധികാരികമായി ഇത്തരത്തിൽ പല വിഷയങ്ങളിലും കൈകാര്യം ചെയ്യുന്നൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ കെ.എഫ്. ഇക്ബാലിന് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തരാൻ കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ ഈ കുട്ടിയെ ഇപ്പോൾ DNA ടെസ്റ്റ് നമ്മൾക്ക് ഡയറക്റ്റ് പോയിട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ആ കുട്ടിയെ കാണുന്നുണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ മറ്റൊരാളെ ആളായിരിക്കാം, മേ ബി ദിയ ഫാത്തിമ തന്നെ ആയിരിക്കാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു DNA ടെസ്റ്റ് ചെയ്യാൻ. പക്ഷേ ആ വിഷയത്തിൽ എന്തിനാണ് എങ്ങനെയാണ് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് കെ.എഫ്. ഇക്ബാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഹലോ കെ.എഫ്. ഇക്ബാൽ ഭായ്, പറഞ്ഞോളൂ. പിന്നെ ഇപ്പൊ ആ ഉമ്മക്ക് നിദ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടീനെ ഇപ്പൊ എല്ലായിടത്തും നമ്മളെ ഇതായിട്ട് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. പലരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആ ഉമ്മയായിട്ട് സംസാരിച്ചപ്പോ, ആ ഉപ്പയായിട്ടൊക്കെ സംസാരിച്ചപ്പോ, അവരുടെ ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോ അവർക്ക് ആ കുട്ടിയെ നിയമപരമായിട്ട് ഇനിയിപ്പോ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഔദ്യോഗികമായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതിന് എങ്ങനെയാണ് അതിനൊരു മൂവ്മെന്റ്? നിദ ഫാത്തിമയെ കണ്ടുകെട്ടിട്ടുണ്ടോ ഇപ്പൊ നിലവില്? അത്തരത്തിൽ നിദ ഫാത്തിമ എന്ന് തോന്നിക്കുന്ന ഒരു കുട്ടിയാണ് ഇതാ. പക്ഷെ ആ ഉമ്മക്ക് ഇപ്പൊ ഒരു മകളാണെന്ന് ഏകദേശം ഒരു ധാരണയില് നമ്മൾ ഏകദേശം ഒരു 8 വർഷത്തോളമായി മിസ്സിംഗ് ആയത്. അതെ. കാരണം വെച്ചാൽ കമന്റ് ബോക്സ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് DNA ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഉമ്മയെ അവരെ രക്ഷിതാക്കളായിട്ട് ബന്ധപ്പെട്ടു. മുന്നേ മൊയ്നൂസ് ബ്ലോഗും വരൊക്കെ അതിനെ പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഇപ്പത്തെ നിലവിൽ ഇങ്ങനെ ഒരു സംഭവം ഇപ്പാണല്ലോ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു നാടോടി കുട്ടീനെ പോലത്തെ രൂപം കണ്ടപ്പോ ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരായിട്ട് സംസാരിച്ചപ്പോ അവർക്ക് ഇതിന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവർക്ക് അതിനോട് താല്പര്യമുണ്ട്. അവർക്ക് എന്ത് ചെയ്യണം, പക്ഷെ സത്യം പറഞ്ഞാല് അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടൊക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു വിഷയങ്ങളൊന്നും വരുന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വരുന്ന സമയത്ത് ഒരു സാധാരണ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് ആ മിസ്സിംഗ് ആയ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കും, അവരെ കോടതിയിൽ ഹാജരാക്കും. ഈ രക്ഷിതാക്കൾ മുമ്പ് എപ്പോഴെങ്കിലും ഈ കുട്ടി അവരുടെ കുട്ടി മിസ്സിംഗ് ആണെന്ന് രീതിയിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ഹൈക്കോടതിയിൽ തന്നെ ഹാജരാക്കണം. അതല്ല ഒരു കീഴ്ക്കോടതിയാണ് സമീപിച്ചതെങ്കിൽ, ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ സാധാരണ രീതിയിൽ പോലീസ് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കും. ആ ഹാജരാക്കുന്ന സമയത്ത് ആ റിക്വസ്റ്റിന്റെ ഒന്നിച്ച് തന്നെ ഈ കുട്ടി ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി DNA പരിശോധന പോലീസ് തന്നെ ആവശ്യപ്പെടും. രക്ഷിതാക്കളുടെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒരു ലോങ് ടൈം പ്രൊസീജിയർ ഒന്നുമല്ല, വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പോലീസ് തന്നെ, കസ്റ്റഡിയിലെടുത്ത പോലീസ് തന്നെ ഈ കുട്ടിയുടെ DNA പരിശോധനയ്ക്ക് വേണ്ടി കോടതിയെ സമീപിക്കുമെന്നാണ് എന്റെ പരിമിതമായിട്ടുള്ള അറിവ്. ചെയ്യാൻ പറ്റുന്നില്ല. അതെ.
ഓക്കെ. അപ്പൊ അതില് ഇവർക്ക് പിന്നെ നിലവിൽ ഇവർ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ട് ഹേബിയസ് കോർപ്പസ് ആയിട്ട് ആ ഒരു പേപ്പേഴ്സ് ഉണ്ടല്ലോ നിങ്ങൾ? അല്ല, ഈ ഹേബിയസ് കോർപ്പസ് നമ്മൾ പിന്നെ ഫയൽ ചെയ്യുന്നത് കുട്ടികൾ മിസ്സായി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മാതാപിതാക്കൾ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യും. ഇപ്പൊ ഒരു കുട്ടി ഒളിച്ചോടിയാണെന്ന് വിചാരിച്ചു, ആ കുട്ടിയെ വിട്ടുകിട്ടാൻ വേണ്ടി പലപ്പോഴും ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാറുണ്ട്. ഈ കുട്ടി മിസ്സിംഗ് ആയതുകൊണ്ട് സാധാരണഗതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാറുണ്ട്. അത് ഹൈക്കോടതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതും ഹൈക്കോടതിയിലാണ്. ഓക്കെ. അതല്ല, ഈ കുട്ടി അങ്ങനെ ഒരു രക്ഷിതാക്കൾ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ ഈ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നെ കീഴ്ക്കോടതിയെ സമീപിക്കും. ആ സമീപിക്കുന്ന സമയത്ത് റിക്വസ്റ്റ് ഒരു ലെറ്റർ ഉണ്ടാവും. ആ ലെറ്ററിനകത്ത് DNA പരിശോധന ആവശ്യപ്പെടാം പോലീസിന്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ. ഓക്കെ, ശരി. കണ്ടോ, ഇത്തരം ഒരു വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. കാരണം ഇത്തരത്തിലൊരു മിസ്സിംഗ് കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ ഒരു ഹേബിയസ് കോർപ്പസ് റിട്ട് ഫയൽ ചെയ്യും. ആ ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപ്രകാരം തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളെ കെ.എഫ്. ഇക്ബാൽ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായി മൂവ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഈ കുട്ടിയെ കണ്ടെത്തുക. പലയിടങ്ങളിലും കുട്ടിയെ കാണുന്നുണ്ട് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഈ കുട്ടിയെ എവിടെയെങ്കിലും ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇന്ന സ്ഥലത്ത് കണ്ടു, അല്ലെങ്കിൽ കണ്ണൂർ ഇന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്കമാലിയിൽ ഇന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പലയിടങ്ങളിലും ഈ ഒരു കുട്ടിയെ തന്നെ സെയിം കുട്ടിയെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഒരു പക്ഷേ ഞാനിത് ഇത്രയും ഇതിനെക്കുറിച്ച് മുന്നോട്ട് ഇങ്ങനെ സംസാരിക്കാൻ കാരണം എത്രയും വേഗത്തിൽ ആ കുട്ടിയെ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് ഒരു പക്ഷേ ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതുമായി ഇൻവെസ്റ്റിഗേഷൻ എത്രമാത്രം ബാധിക്കോ ഇല്ലേ എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു കർത്തവ്യം എൻ്റെ മകളെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളെപ്പോലുള്ള ഒരു കുട്ടിക്കും വേണ്ടിയിട്ട് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഉമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഒരു വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും റഹീമിൻ്റെ ഉമ്മയുടെ മനസ്സായിരുന്നു, ഉമ്മയ്ക്കും വേണ്ടിയിട്ടായിരുന്നു 34 കോടി നമ്മളെല്ലാവരും അതിനു വേണ്ടി പണിയെടുത്തത്. അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ കാര്യമാണെങ്കിലും നമ്മളൊരു അമ്മയുണ്ട്, ആ അമ്മയുടെ മനസ്സാണ് നമ്മളെല്ലാവരും നമ്മൾ വേദനിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഈ ഒരു കേസ് എന്ന് പറയുമ്പോൾ. ഇത് എന്ന് പറഞ്ഞാൽ ഒരു മിസ്സിങ് കേസാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ അതായത് അവർ പിന്നെ എന്താ പറയുക ഈ ഉമ്മ പറയുന്നത് കേട്ടാൽ നമുക്കൊരുപാട് വിഷമകരമായി തോന്നും. കാരണം പലപ്പോഴും ഈ ഒരു കേസ് എന്ന് പറയുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ പോലീസും അത്തരത്തിൽ ക്രൈംബ്രാഞ്ചൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു അവരെ വീടിന് മുന്നിലുള്ള ഒരു കൈതത്തോടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു കേസിന് എത്രമാത്രം അതിൻ്റെ തെളിവുകൾ എത്തരത്തിൽ നമുക്ക് എന്താ പറയുക എന്തൊക്കെയോ ഗൈഡൻസ് വന്നതാണോ അതല്ല യഥാർത്ഥങ്ങൾ എന്താണ് നമുക്കറിയാൻ ഏതൊരാൾക്കും നമ്മളെപ്പോലെ എൻ്റെ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് ആ കുട്ടിയെ കിട്ടണമെന്നും. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ട് ആ കുട്ടി പിന്നെ ദിയ ഫാത്തിമയെ പോലുള്ള ആ കാണുന്ന കുട്ടി എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷന് നമുക്ക് കിട്ടിയിട്ട് അതല്ലെങ്കിൽ അത്തരത്തിലൊരു ഒന്നിച്ചൊരു നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഇനി വാട്ട് ദ നെക്സ്റ്റ് എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ ഉമ്മ ഒരുപാട് വിഷമത്തിലാണ്. ഉമ്മയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാൾക്കും വളരെ അധികം കനിവ് തോന്നും, അലിവ് തോന്നും നമ്മളെ മനസ്സിൽ. കാരണം എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് ഉണ്ടാവും ഒരു ഉമ്മ നമ്മളെ സ്വന്തം മകളെ കാണാതിരിക്കുമ്പോൾ ഇത്രയും കാലം കാത്തിരിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതുപോലത്തെ ഒരു കുട്ടി അവിടെ കാണുമ്പോൾ മേ ബി ഒരു പക്ഷേ ആ കുട്ടി ആയിരിക്കാം. ഇനി അല്ലെങ്കിൽ അല്ല എന്ന് വെച്ച് തന്നെ നമുക്ക് ആ ഒരു നിയമപരമായിട്ട് കെ.എഫ്. ഇക്ബാൽ പറഞ്ഞ പോലെ ഒരു നിയമപരമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ കിട്ടുമെങ്കിൽ നമുക്കൊരു ഹോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചൂടെ. അപ്പം ഇനിയും നമ്മൾ ഇതിനെക്കുറിച്ചും ഇതിൻ്റെ അന്വേഷണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും. ഇതിൻ്റെ ഓരോ നിമിഷങ്ങളും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഈ ഒരു വിഷയത്തിൽ ഈ ഉമ്മക്ക് ഞാനൊരു പരിപൂർണ്ണ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ. നമ്മൾ കെ.എഫ്. ഇക്ബാൽ പറഞ്ഞ പോലെ ഇതിന് ഒരുപാട് പണമോ അതിൻ്റെ ചിലവുകളൊന്നും അല്ല കാര്യം.
ഇതിനു വേണ്ടി ആത്മാർത്ഥമായി അവരെ കൂടെ നിന്നുകൊണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ വേണം. പ്രത്യേകിച്ച് ഒരു സമൂഹം ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വളരെ വേഗത്തിൽ ഇത് നടത്തി കൊണ്ടുപോകാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മേ ബി മുൻപ് എന്താണ് മുന്നേ സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ച് നിൽക്കുന്നതിൽ കാര്യമില്ല. ഇനി എന്ത് നമ്മൾ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് കാര്യങ്ങൾ. ഇതുവരെ നമുക്ക് അന്ന് എനിക്ക് തോന്നുന്നു മൊയ്നൂക്ക ആ വീഡിയോസൊക്കെ ഒന്ന് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഹോപ്പിനെ കുറിച്ചൊന്നും നമ്മൾ ഒന്ന് ചിന്തിക്കാത്തൊരു സമയമായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു സമയത്ത് ഇത് എന്തുകൊണ്ടും നമ്മൾ വളരെ ഇമ്മീഡിയറ്റായിട്ട് എത്ര വേഗത്തിൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒന്നിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആദ്യം ഒന്നിക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ പിന്നെ ഒരു എന്താ പറയുക ആ കുട്ടിയെ കണ്ടെത്തുന്ന കാര്യത്തിലും അതിൽ എല്ലാവരും ഒന്നിച്ചിട്ട് എവിടെയാണെന്നുള്ളത് അതിന് എന്തെങ്കിലും ഒരു രീതിയിൽ പോയാൽ ആ ഉമ്മക്ക് ആ കുട്ടിയെ കിട്ടുമെങ്കിൽ എത്ര അധികം സന്തോഷമാവും നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഓക്കെ, പുതിയ മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.